ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറീൻ്റെ നെക്സ്റ്റ് പോർഷൻസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ പോലെയായിരുന്നു പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് മുസോളിനി ആൻഡ് ഫാസിസം. നമുക്കറിയാം, മുസോളിനി എന്ന് പറയുന്ന ഒരു മിലിറ്ററി മേധാവിയാണ് ഫാസിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വേർഡോട് കൂടിയാണ്. വാർ ഈസ് ടു മെൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വുമൺ. വുമന് മാതൃത്വം പോലെയാണ് പുരുഷന്മാർക്ക് യുദ്ധം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി പവറിൽ വരാനുണ്ടായ സർക്കംസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്, ഇറ്റലി ഫസ്റ്റ് വേൾഡ് വാറിൽ വിക്ടറസ് ആണെങ്കിലും അവർക്ക് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. അതായത് അവർ ജയിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്, പോസ്റ്റ് വാറിന് ശേഷം വ്യവസായ നാശം, അൺഎംപ്ലോയ്മെൻറ്റ്, പിന്നെ ടാക്സിൻ്റെ വർധനവ്, പിന്നെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പെല്ലാം ജനങ്ങളെ ഗവൺമെൻറ്റിൽ നിന്നും അകറ്റി. അടുത്തതായിട്ട് പറയുന്നത് ഇൻഡസ്ട്രിയലിസ്റ്റ്, അതായത് വ്യവസായികൾ, അവർക്ക് ഇറ്റലി ഒരു സോഷ്യലിസത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയം അവരെന്ത് ചെയ്തു, ഫാസിസത്തിലേക്ക് സപ്പോർട്ട് ചെയ്യിച്ചു. അവിടെ ആ ഒരു സമയത്ത് നമുക്കറിയാം ഭയങ്കര അൺഎംപ്ലോയ്മെൻറ്റും പോവേർട്ടിയൊക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു വ്യവസായികളെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് അത് ജനങ്ങളിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സോഷ്യലിസത്തിനെ ഇറ്റലിയിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഫാസിസത്തിനെ സപ്പോർട്ട് ചെയ്തത്. നെക്സ്റ്റ് പറയുന്നത്, മുസോളിനി ഇറ്റലീൻ്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും എക്കണോമിക് ആയിട്ടുള്ള ഫീൽഡിലും സ്വേച്ഛാധിപത്യ നടപടികൾ സ്വീകരിച്ചു. സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞാൽ എതിരില്ലാത്ത നടപടികൾ സ്വീകരിച്ചു. വയലൻസ് ആൻഡ് ഫെറോസിറ്റി, അതായത് അക്രമവും ക്രൂരതയുമാണ് ഫാസിസ്റ്റിൻ്റെ സ്ട്രാറ്റജീസ്. അവർ നാഷൻ്റെ എനിമീസായിട്ട് പ്രോക്ലെയിം ചെയ്തു. സോഷ്യലിസ്റ്റുകളാ, ലീഡേഴ്സ് ഓഫ് പെസൻസ്, അതായത് കർഷക നേതാക്കളാ, പിന്നെ വർക്കേഴ്സിനെയൊക്കെ നാഷൻ്റെ എനിമീസായിട്ട് അവർ പ്രോക്ലെയിം ചെയ്തു. ഫാസിസ്റ്റ് പാർട്ടീനെ ഒപ്പോസ് ചെയ്തവരൊക്കെ അവർ വധിച്ചു. മുസോളിനിൻ്റെ ഒരു എയിം എന്ന് വെച്ചാൽ റോമൻ എംപയർ, ഏൻഷ്യൻ്റ് റോമൻ എംപയറിനെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മുസോളിനി ഏൻഷ്യൻ്റ് റോമൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരുപാട് സിമ്പിൾസ് അഡാപ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ഷർട്ട്സ് എന്ന മിലിറ്ററി ഫോഴ്സിനെ യൂസ് ചെയ്തിട്ട് മുസോളിനി ഫാസിസ്റ്റ് പോളിസീസിനെ ഒപ്പണൻറ്റ് ചെയ്യുന്നവരൊക്കെ സുപ്രസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഗ്രസീവ് ഫോറിൻ പോളിസീസ് എത്യോപ്യ, അൽബേനിയ പോലത്തെ നാഷൻസിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ലീഡ് ചെയ്തു. ഇറ്റലീൻ്റെ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ സാമ്രാജ്യത്വ മോഹം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പിടിച്ചെടുക്കണം എന്നുള്ളൊരു മോഹം ഇറ്റലീനെ വേറൊരു അനദർ വേൾഡ് വാറിലേക്ക് എത്തിച്ചു. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ഹിറ്റ്ലർ ആൻഡ് നാസിസം. നമുക്കറിയാം, നാസിസം സംഭവിച്ചത് ജർമ്മനിയിലാണ്. ഫാസിസത്തിൻ്റെ ഒരു ജർമ്മൻ വേർഷനാണ് നാസിസം. നെക്സ്റ്റ് നമുക്ക് ജർമ്മനിയിൽ പവറിൽ വന്ന നാസി പാർട്ടീൻ്റെ ലീഡറായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലറിനെ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ആണ്. വിക്ടോറിയസ് അലീസ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ട്രിപ്പിൾ എൻറ്റിറ്റി ആണ് ഫസ്റ്റ് വേൾഡ് വാറിൽ ജയിച്ചത്. അവർ ജർമ്മനീൻ്റെ മേലെ ഇമ്പോസ് ചെയ്ത വേഴ്സൈൽസ് ട്രീറ്റീനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫാക്ടറായിട്ട് പറയുന്നത് ഈ ഒരു ട്രീറ്റീനെ പറ്റിയിട്ടാണ്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എക്കണോമിക് ഡിസ്ട്രാക്ഷനും ഇൻഫ്ലേഷനുമാണ്, സാമ്പത്തിക നഷ്ടവും പണപ്പെരുപ്പും. ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് ജർമ്മൻ സർക്കാരിൻ്റെ പരാജയവും അതിൻ്റെ ഫലമായ രാഷ്ട്രീയവും. അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ പ്രസംഗ നൈപുണ്യവും പിന്നെ സംഘാടനപരമായ കഴിവുകളും ഉപയോഗിച്ച് ജനങ്ങളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് എളുപ്പത്തിൽ ലഭിച്ചു. അദ്ദേഹം നിലവിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്തിട്ട് പവർ ക്യാപ്ചർ ചെയ്തു. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ്, ഡെമോക്രാറ്റിക്സിനൊക്കെ അദ്ദേഹം വധിച്ചു. ജർമ്മനിക്കുണ്ടായിരുന്ന അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കൊക്കെ റെസ്പോൺസിബിൾ ജ്യൂസ് ആണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് അദ്ദേഹം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഇതിനെയാണ് ഹോളോകാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം മിലിറ്ററി ഫോഴ്സായിട്ടുള്ള ബ്രൗൺ ഷർട്ട്സിനെയും അതുപോലെ സീക്രട്ട് പോലീസ് ട്രൂപ്പായിട്ടുള്ള ഗെസ്റ്റാപ്പോനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആര്യൻസ് ആയിട്ടുള്ള ഒരു വർഗ്ഗക്കാരാണ് ലോകത്തേക്ക് വെച്ച് ഏറ്റവും നല്ല പ്യുവറായിട്ടുള്ള റേസ് എന്നും അതുപോലെ തന്നെ
ആര്യൻസ് ആണ് വേൾഡ് ഭരിക്കേണ്ടതെന്നും പിന്നെ ജർമ്മൻകാരെല്ലാം ആര്യൻസ് ആണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു. നാസി പാർട്ടി ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അദ്ദേഹം ബാൻ ചെയ്തു. അതുകൂടാതെ ട്രേഡ് യൂണിയനെയും ബാൻ ചെയ്തു. പിന്നെ ജർമ്മനിയിലുള്ള ജനങ്ങൾക്ക് മിലിറ്ററി സർവീസ് കമ്പൽസറി ആക്കി. ഫസ്റ്റ് വേൾഡ് വാറിൽ ജർമ്മനിയുടെ മേലെ അടിച്ചേൽപ്പിച്ച ട്രീറ്റി ഓഫ് വേഴ്സൈൽസിൻ്റെ ടേംസിനെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങളെ അദ്ദേഹം വളർത്തിയെടുത്തു. നാസിസത്തിൻ്റെ ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ന്യൂസ് പേപ്പർ, റേഡിയോ, സിനിമ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊക്കെ യൂസ് ചെയ്തു. ജനങ്ങളുടെ അതായത് ജർമ്മൻസിൻ്റെ മനസ്സിലെ ഈ ഒരു റിവെഞ്ചിനെ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു അഗ്രസീവ് ഫോറിൻ പോളിസി അഡാപ്റ്റ് ചെയ്തു. ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ പോലത്തെ നേഷൻസിനെ അദ്ദേഹം അറ്റാക്ക് ചെയ്തു. ഇതിന് ശേഷം ഇറ്റലി, ജപ്പാൻ പോലത്തെ നേഷൻസുമായിട്ട് അദ്ദേഹം അലയൻസ് ഫോം ചെയ്തു, അതായത് സൈനിക സഖ്യം ഫോം ചെയ്തു. ഇത് ബാക്കിയുള്ള കൺട്രീസൊക്കെ ഒപ്പോസ് ചെയ്തു. അങ്ങനെ അൾട്ടിമേറ്റ്ലി അവിടെ വേറൊരു വേൾഡ് വാറിൻ്റെലേക്ക് ഔട്ട് ബ്രേക്ക് ആയിട്ട് മാറുകയും ചെയ്തു. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ പോർഷൻ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങാം.